നമസ്കാരം. എറണാകുളം അതിരൂപതയിൽ മാത്രമല്ല, സീറോ മലബാർ സഭയിലെ തന്നെ വൈദികരുടെ ബഹുമാനവും ആദരവും അവർ തന്നെ കളഞ്ഞു കുളിച്ചു. സമൂഹത്തിലെ നാനാജാതി മതസ്ഥർ വളരെ ബഹുമാനത്തോടെ ആദരിച്ചിരുന്ന വൈദികർക്ക് ഇന്ന് സമൂഹ മാധ്യമത്തിൽ തെറി അഭിഷേകമാണ് ലഭിക്കുന്നത്. ആരാണ് അതിന് ഉത്തരവാദി? പാലാരിവട്ടം തൃപ്പൂണിത്തറയിലെ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ച അച്ഛന്മാരെ ഗോഗോ വിളിച്ചതിന് പിന്നിൽ അവിടുത്തെ മുൻ വികാരിമാരാണ്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, വിശ്വാസികൾ കുർബാനയ്ക്ക് പോകുന്നുവെന്ന് കരുതി ഭൂരിപക്ഷം വിശ്വാസികളും വിമതന്മാരുടെ സഭയ്ക്ക് ഹൈറാർക്കി അംഗീകരിക്കില്ല. ഓരോ ഇടവകയിലും ഭൂരിഭാഗം പേര് വിമതന്മാരുടെ ഈ പോക്കിൽ അസംതൃപ്തരാണ്. പക്ഷേ അവർക്ക് പല കാര്യങ്ങൾക്കും വികാരിയുടെ സഹായം വേണം. കല്യാണം, സ്കൂൾ, കോളേജ് അഡ്മിഷൻ ഇതൊന്നുമില്ലെങ്കിലും അവർക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പള്ളിയിൽ പോകണം. വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അല്ലാതെ വിമത കോമരങ്ങൾക്കുള്ള പിന്തുണയല്ല വിശ്വാസികൾ നൽകുന്നത്. പാവം എറണാകുളം വിമത വിശ്വാസികൾ ഇനിയും മനസ്സിലായില്ല ഈ അച്ഛന്മാർ സഭയെ പ്രാദേശികവാദം പറഞ്ഞ് നശിപ്പിക്കുന്നവരാണെന്ന്. മാർപ്പാപ്പ പറഞ്ഞിട്ടും കേൾക്കാത്തവർ ഇനിയും ദൈവം തമ്പുരാൻ നേരിട്ട് വന്ന് പറഞ്ഞാലും കേൾക്കില്ല, വിശ്വസിക്കില്ല. ഇവരൊക്കെ സഭ വിട്ട് പുതിയ സഭ തുടങ്ങി ഒന്ന് പോയി തന്നാൽ മതിയായിരുന്നു എന്നാണ് പല വിശ്വാസികളും പങ്കുവെക്കുന്നത്. നരിക്കുളം അച്ഛന്റെ കുത്തിത്തിരിപ്പ് ക്ലാസ്സിൽ പോകുന്നവർക്ക് മനസ്സിലാകും സഭയെ പിളർത്താൻ വേണ്ടി നിൽക്കുന്നവർ ആരാണെന്ന്. അച്ഛന്മാർക്ക് ഇങ്ങനെ പലതും പറയാം. കുടുംബജീവിതം നയിക്കുന്നവരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു കല്യാണം വന്നാൽ പോലും ഇവിടെയുള്ളവരുമായി നടത്താൻ ആളുകൾ മടിക്കും. വിമതർ പോയി എംപറർ സഭയോ പ്രൊട്ടസ്റ്റന്റ് സഭയോ തുടങ്ങട്ടെ, അതാണ് അവർക്ക് നല്ലത്. ഇങ്ങനെ വലിയ അപകടത്തെ മുന്നിൽ കണ്ട് ഇടവക ജനങ്ങൾ ഇടവകകളിൽ ശക്തരാകണം, സംഘടിതരാകണം. വിമത ഇടവക വികാരിമാർ അവരുടെ അനുസരണമുള്ള ചില അൽമായരെ ബിരിയാണി കൊടുത്തു വളർത്തി കൂടെ നിർത്തുന്നതിനുള്ള തിരക്കിട്ട പ്രവർത്തനം നടത്തുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. സഭാസ്നേഹികളുടെ ശക്തമായ ഇടവകയിൽ വിമത വികാരിമാർ ദല്ലാളുകളെ വെച്ച് ഭിന്നിപ്പുണ്ടാക്കുവാൻ ശ്രമിക്കുന്നു. ഫെറോനകളിലും ഇടവകകളിലും നടന്നുകൊണ്ടിരിക്കുന്ന വിമത കൂത്താട്ടങ്ങൾ അതിന് ഉദാഹരണമാണ്.